അടുത്തത് ഇവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസിൽ വരുന്നത് നമ്മുടെ സ്പെഷ്യൽ തിയറി ഓഫ് ക്രിയേഷൻകാരുടെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ഒരു 19th സെഞ്ച്വറി ആയപ്പോൾ നമ്മുടെ ഡാർവിൻ നടത്തിയ ഒബ്സർവേഷൻസ് ആണ്. സോ ഡാർവിൻ്റെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ് നമ്മളിനി പറയണത്. സോ ഡാർവിൻ ഒരു 5 വർഷത്തോളം HMS ബീഗിൾ എന്ന് പറഞ്ഞ ഒരു ഷിപ്പ്, HMS ബീഗിൾ എന്നൊരു ഷിപ്പിൽ ഒരു കടൽ യാത്ര, സീ വോയേജ് നടത്തി. സോ ഒരു കപ്പലിൽ HMS ബീഗിൾ എന്ന് പറഞ്ഞ ഒരു കപ്പലിൽ സീ വോയേജ്, ഒരു കടൽ യാത്ര 5 വർഷത്തോളം നടത്തി. അവിടെ നിന്ന് അദ്ദേഹത്തിന് ഒരു എക്സ്റ്റെൻസീവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശാലമായൊരു ഒബ്സർവേഷനിലൂടെ ഒരുപാട് കളക്ഷൻ ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് ഇൻഫർമേഷൻ അദ്ദേഹം കളക്ട് ചെയ്തു. സോ 5 വർഷത്തോളം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനിൽ കൺക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഡാർവിൻ്റെ ഒബ്സർവേഷനിലൂടെ കൺക്ലൂഡ് ചെയ്ത്, സോ എങ്ങനെയാണ് ലൈഫ് ഫോംസ് ഇവോൾവ് ചെയ്ത് വന്നത് എന്ന് ഏറ്റവും നന്നായിട്ട് ഈ ബയോളജിക്കൽ വേൾഡിലെ ഇവല്യൂഷനെക്കുറിച്ച് ഏറ്റവും നല്ലൊരു ലോക്ക് തുറന്നു തന്നത് ഡാർവിൻ്റെ ഒബ്സർവേഷനാണ്. സോ ഡാർവിൻ്റെ ഒബ്സർവേഷൻ എന്നുള്ളത് പറയുന്നത് എന്തൊക്കെയാണ്? എക്സിസ്റ്റിംഗ് ലിവിങ് ഫോംസ്, നമ്മൾ ഇപ്പോൾ കാണുന്ന ഏത് ലിവിങ് ഫോംസ് ആയിക്കോട്ടെ, ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള ഏത് ലിവിങ് ഫോംസ് ഷെയർ സിമിലർ ടു വേരിയിങ് ഡിഗ്രീസ്, സിമിലാരിറ്റീസ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോൾ നിലവിലുള്ള ഏത് ലിവിങ് ഫോംസും സിമിലാരിറ്റീസ്, ലിവിങ് ഫോംസ് ഇപ്പോൾ നിലവിലുള്ള ഏത് ലിവിങ് ഓർഗാൻസും, ജീവനുള്ള വസ്തുക്കളും അല്ലെങ്കിൽ ജീവനുള്ള ഓർഗാൻസും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഷെയർ ചെയ്യുന്നുണ്ട്. അത് വേരിയിങ് ഡിഫറെൻറ്റ് ഡിഗ്രീസ്, പല അളവിൽ പല ഡിഗ്രിയിൽ ഈ ലിവിങ് ഫോംസ് സിമിലാരിറ്റീസ് ഷെയർ ചെയ്യുന്നുണ്ട്. സിമിലാരിറ്റീസ് തമ്മിൽ ലിവിങ് ഫോംസ്. അതുമാത്രമല്ല, നോട്ട് ഓൺലി എമംഗ് ദംസെൽവ്സ്, അവർ തമ്മിൽ മാത്രമല്ല സിമിലാരിറ്റീസ് പല ഡിഗ്രിയിൽ ഷെയർ ചെയ്യുന്നത്, ബട്ട് ഓൾസോ വിത്ത് ലൈഫ് ഫോംസ് ദാറ്റ് എക്സിസ്റ്റഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. ഇപ്പോൾ ഉള്ള ലിവിങ് ഫോംസ് തമ്മിൽ മാത്രമല്ല സിമിലാരിറ്റീസ് ഉള്ളത്, ആ ലിവിങ് ഫോംസും മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ലിവിങ് ഫോംസും തമ്മിൽ അവരുമായിട്ടും ഒരുപാട് സിമിലാരിറ്റീസ് പല വേരിയിങ് ഡിഗ്രിയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് മെനി സച്ച് ലൈഫ് ഫോംസ് ഡു നോട്ട് എക്സിസ്റ്റ് എനിമോർ. ഇപ്പോൾ അതുപോലത്തെ ഒരുപാട് ലൈഫ് ഫോംസ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല. സോ അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ ഇതാണ്, ഇപ്പോൾ നമ്മൾ കാണുന്ന ലിവിങ് ഫോംസ്, ലൈഫ് ഫോംസുകളെല്ലാം തന്നെ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് വേരിയിങ് ഡിഗ്രി, പല അളവുകളിൽ പല ഡിഗ്രിയിൽ അവർ തമ്മിൽ കോമൺ ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അവർ തമ്മിൽ മാത്രമല്ല, ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരുപാട് ലൈഫ് ഫോംസുമായിട്ടും ഇപ്പോൾ ഉള്ള ലൈഫ് ഫോംസിന് അല്ലെങ്കിൽ ഓർഗാനിസത്തിന് മുമ്പുള്ള ഓർഗാനിസവുമായിട്ടും സിമിലാരിറ്റീസ് ഉണ്ട്. അതുപോലെയുള്ള ഒരുപാട് ലൈഫ് ഫോംസ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല, ഇപ്പോൾ നിലവിലേ ഇല്ല. ഇനി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ, എക്സ്റ്റിങ്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ലൈഫ് ഫോംസ്, പല ലൈഫ് ഫോംസ് എന്ന് പല ഓർഗാനിസത്തിൻ്റെ എക്സ്റ്റിങ്ഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അന്ന് ഉണ്ടായിരുന്ന പല ലിവിങ് ഓർഗാനിസംസും ഇന്നില്ല, അത് എക്സ്റ്റിങ്ക്റ്റായി എന്നേക്കുമായിട്ട് ഇല്ലാതായിപ്പോയ ലൈഫ് ഫോംസുകളുമുണ്ട്. അതിനുശേഷം എക്സിസ്റ്റിംഗ് ലൈഫ് ഫോംസിൽ കുറേ എണ്ണം ഇപ്പോൾ ഇല്ല, ആ എക്സ്റ്റിങ്ഷൻസ് വന്നിട്ടുണ്ട്. അതായത് ഇനി ഒരിക്കലും അങ്ങനൊരു ലൈഫ് ഫോംസ് ഉണ്ടാവില്ല, ആ രീതിയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടുന്ന് അപ്രത്യക്ഷമായി. അതാണ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. സോ എക്സ്റ്റിങ്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ലൈഫ് ഫോംസ് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ഓഫ് ലൈഫ് ഫോംസ് എക്സ്റ്റിങ്ക്റ്റഡ് ആയി. നമുക്കറിയാം ഡൈനോസറുകളൊന്നും ഇപ്പം തന്നെ ഇല്ല. സോ അതുപോലെയുള്ള ഒരുപാട് ഓർഗാനിസംസ് ഇപ്പം നിലവിലില്ല, എക്സ്റ്റിങ്ക്റ്റഡ് ആയി. അതുമാത്രമല്ല, അതിനുശേഷം എക്സ്റ്റിങ്ക്റ്റ് ആവണതിൻ്റെ അതോടൊപ്പം തന്നെ ന്യൂ ഫോംസ് ഓഫ് അറ്റ് ഡിഫറെൻറ്റ് പീരീഡ്സ് ഓഫ് ഹിസ്റ്ററി. ഇപ്പോൾ പുതിയ പല ഓർഗാനിസംസ് ഡിഫറെൻറ്റ് പീരീഡ്സ് ഓഫ് ഹിസ്റ്ററി ഓഫ് എർത്ത് ഉണ്ടായ കാലഘട്ടം മുതൽ, ഭൂമി നിലനിന്ന കാലഘട്ടം മുതൽ പലതരത്തിലുള്ള ലിവിങ് ഫോംസ് പുതിയതായിട്ട് ഉണ്ടായിട്ടുണ്ട്. പല ലിവിങ് ഓർഗാനിസം എന്നേക്കുമായി ഇവിടെ നിന്ന് അപ്രത്യക്ഷമായി പോയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ. സോ പുതിയ ഓർഗാനിസംസ് ഇവോൾവ് ചെയ്ത് ഉണ്ടായിട്ടുണ്ട്, പഴയത് പലതും ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഇവിടുന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുമുണ്ട്. പിന്നെ പറയുന്നത് ഗ്രാജ്വൽ ഇവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസ്. ഈ പറഞ്ഞ ലൈഫ് ഫോംസ്, പുതുതായി സൃഷ്ടിക്കപ്പെട്ട ഓരോ
ഓർഗാനിസം ഗ്രാജ്വലി സ്ലോലി, നമ്മൾ പറഞ്ഞു എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സോ ഈ പറഞ്ഞത് എന്താണ്, ഗ്രാജ്വലിയാണ്, പതിയെ പതിയാണ് ഓരോ പുതിയ തരത്തിലുള്ള ലൈഫ് ഫോമുകളും ജീവനുകളും ഉണ്ടായിട്ടുള്ളത്. പിന്നെ പറയുന്നത് എനി പോപ്പുലേഷൻ, ഏതൊരു പോപ്പുലേഷൻ നമ്മൾ എടുത്താലും അവിടെ ഇൻബിൽട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് വേരിയേഷൻ ഇൻ ക്യാരക്ടറിസ്റ്റിക്. ഏതൊരു പോപ്പുലേഷനിലും അവിടെ എന്തുണ്ടാവും, സ്വഭാവ സവിശേഷതകളുടെ വ്യതിയാനം നമുക്ക് കാണാൻ പറ്റും. ആ പോപ്പുലേഷന് മാത്രമായിട്ടുള്ള കുറേ സ്വഭാവ സവിശേഷതകളുണ്ടാവും, അവരിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് കാണും. സോ ഓരോ പോപ്പുലേഷനിലും എടുത്തു പറയാവുന്ന ഇൻബിൽട്ടായിട്ട് സ്വാഭാവികമായി തന്നെ വന്നു ചേരാവുന്ന വേരിയേഷൻസും ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് ഒരു പോപ്പുലേഷനിൽ വേരിയേഷൻസ് വരുന്നത്? അതിന് കാരണം അങ്ങനെ ഒരു വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ചേഞ്ച് നേച്ചറിൽ അല്ലെങ്കിൽ അവരുടെ ജീനിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ ആ പോപ്പുലേഷനിൽ ചേഞ്ച് വരും, അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിൽ ചേഞ്ച് വരുന്നു. ജീനാണ് ആ ചേഞ്ച് വരുത്തുന്നത്. സോ ഏതെങ്കിലും കാരണപ്രകാരം ഇതുപോലെ ഒരു വേരിയേഷൻ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, ആ പോപ്പുലേഷൻ വേരിയൻ്റായി മാറി. അത് എനേബിൾ ടു സർവൈവ് ഇൻ നാച്ചുറൽ കണ്ടീഷൻ. ആ പോപ്പുലേഷന് എന്താണ് സഹായം, നാച്ചുറൽ കണ്ടീഷനിൽ അതിന് സർവൈവ് ചെയ്യാനായിട്ടുള്ള വേരിയേഷൻ. അപ്പോൾ ചില വേരിയേഷൻസ് നമ്മുടെ പ്രകൃതി അതിനെ അനുകൂലിക്കും. അങ്ങനെയാണെങ്കിൽ ആ വേരിയേഷൻസ് ഉള്ളത് എന്തായിരിക്കും, എനേബിൾ ടു സർവൈവ് ഇൻ നാച്ചുറൽ കണ്ടീഷൻ. അങ്ങനെ വേരിയേഷൻസ് ആ പോപ്പുലേഷൻസിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ കണ്ടീഷൻസ് ലൈക്ക് ക്ലൈമറ്റ്, നമ്മുടെ നാച്ചുറൽ കണ്ടീഷൻ ക്ലൈമറ്റുകളിലും ഡിഫറെൻറ്റ് ഫുഡ് ഹാബിറ്റിലും അല്ലെങ്കിൽ ഫിസിക്കൽ ഫാക്ടേഴ്സ്, ഇങ്ങനെ ഏത് നാച്ചുറൽ കണ്ടീഷൻസിലും ഈ വേരിയേഷൻസ് അതിനെ ഒരുപക്ഷെ സർവൈവ് ചെയ്യാൻ സഹായിക്കും, നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ നാച്ചുറൽ കണ്ടീഷൻസിൽ അതിന് സർവൈവ് ചെയ്യാൻ പറ്റുക? നാച്ചുറൽ കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നവരെ നമ്മൾ പറയും ഫിറ്റ്നസ് ഓഫ് ദാറ്റ് ഇൻഡിവിജ്വൽ. ഏത് ഓർഗാനിസത്തിനാണോ ആ ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നത് ആ ഓർഗാനിസം ഫിറ്റ്നസ് ഉള്ളതാണ്. സോ ഫിറ്റ്നസ് ഓഫ് ദാറ്റ് ഇൻഡിവിജ്വൽ, ഒന്നുകിൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആ പോപ്പുലേഷന് ആ നാച്ചുറൽ കണ്ടീഷൻസിൽ സർവൈവ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു നാച്ചുറൽ ഫിറ്റ്നസ് ആ ഓർഗാനിസത്തിന് ഉണ്ടായിരിക്കും. ആ നാച്ചുറൽ ഫിറ്റ്നസ് പ്രൊവൈഡ് ചെയ്തത് ആരാണ്? വേരിയേഷൻ ഇൻ ക്യാരക്ടേഴ്സ്, ആ പോപ്പുലേഷനിലുള്ള ചേഞ്ചുകൾ വേരിയേഷൻസ് ആണ് അതിനെ നാച്ചുറൽ കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിറ്റ് ആവാൻ നാച്ചുറൽ ഫിറ്റ്നസ് കൊടുത്തത്. അതാണ് ഇവിടെ ഫിറ്റ്നസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് ആണ്. റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് എന്ന് മാത്രമാണ് ഇവിടെ ഫിറ്റ്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗാനിസത്തിന് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ ബെറ്റർ ഫിറ്റ് ഇൻ എൻവയോൺമെൻറ്റ്, ഏറ്റവും നന്നായിട്ട് ആ പെർട്ടിക്കുലർ ചേഞ്ച്ഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ, വേരിയേഷൻസ് വന്നിട്ടുള്ള എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ആ ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം നന്നായിട്ട് ബെറ്ററായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതായത് അവർക്ക് അവിടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർക്ക് റീപ്രൊഡക്റ്റീവ് എബിലിറ്റി ഉണ്ടാവും. ദേ ലീവ് മോർ പ്രോജനി, അവർക്ക് മാക്സിമം നമ്പർ ഓഫ് പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ ഓർഗാനിസത്തിന് അതിൻ്റെ പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കൊടുക്കുന്നത് ആരാണ്? ആ പോപ്പുലേഷനിൽ വന്നു ചേർന്നിട്ടുള്ള വേരിയേഷൻസ് ആണ്. അതാണ് പറയുന്നത് ബെറ്റർ ഫിറ്റ് ഇൻ എൻവയോൺമെൻറ്റ് ആണെങ്കിൽ ലീവ് മോർ പ്രോജനി, കൂടുതൽ പ്രോജനീനെ അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദേ വിൽ സർവൈവ് ആൻഡ് സെലക്റ്റഡ് ബൈ നേച്ചർ. റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കാണിക്കുന്ന ആ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആ പോപ്പുലേഷനെ മാത്രമേ നേച്ചർ സെലക്ട് ചെയ്യൂ. അല്ലെങ്കിൽ നേച്ചർ സെലക്ട് ചെയ്യുന്ന ഓർഗാനിസം അല്ലെങ്കിൽ പോപ്പുലേഷന് മാത്രമേ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് പ്രകാരം അവർക്ക് കൂടുതൽ നമ്പർ ഓഫ് പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യാം, അവർക്ക് സർവൈവ് ചെയ്യാനും ആ നേച്ചർ അതിനെ സെലക്ട് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഇതാണ് ഡാർവിൻ പറഞ്ഞത് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞ തിയറി കൊണ്ടുവന്നത് ഡാർവിനാണ്. നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചിനനുസരിച്ച് ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിനോ പോപ്പുലേഷനോ ആ ചേഞ്ചിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ എന്തുണ്ടായിരിക്കണം? വേരിയേഷൻസ് ഉണ്ടായിരിക്കണം. ആ വേരിയേഷൻസ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ, എൻവയോൺമെൻറ്റിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കാണിക്കുന്നു എന്നർത്ഥം. റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം നമ്പർ ഓഫ് പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യാമെന്നർത്ഥം. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെയാണ് നേച്ചർ സെലക്ട് ചെയ്യുള്ളൂ. അതാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഇതാണ് മെക്കാനിസം ഓഫ് ഇവല്യൂഷൻ. ഇവല്യൂഷൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ
നേച്ചർ സെലക്ട് ചെയ്യുന്ന ഓർഗാനിസത്തിന് മാത്രമേ എൻവയോൺമെൻറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഡാർവിൻ്റെ 5 വർഷത്തെ ഈ കടൽ യാത്രയിൽ അദ്ദേഹം കണ്ടെത്തിയ ഒബ്സർവേഷൻസ് ആണ് പറഞ്ഞത്. സോ അദ്ദേഹം ഇവല്യൂഷന് ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ഓഫ് ഡിസെൻറ്റ്. ഐഡിയ ഓഫ് ഡിസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഹ്യൂമൻ ബീങ്, മനുഷ്യനടക്കമുള്ള എല്ലാ ഓർഗാനിസത്തിനും എന്താണ് മോഡിഫിക്കേഷനാണ്. മനുഷ്യനടക്കമുള്ള എല്ലാ ഓർഗാനിസം മുമ്പ് ഉണ്ടായിരുന്ന പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലൈഫ് ഫോംസിൽ നിന്ന് മോഡിഫൈ ചെയ്തിട്ട് ഉണ്ടായതാണ് മനുഷ്യനടക്കമുള്ള എല്ലാ ഓർഗാനിസം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയ ഓഫ് ഡിസെൻറ്റിൽ പറയുന്നത്. സോ അദ്ദേഹം ഈ നാച്ചുറൽ സെലക്ഷനെ കുറിച്ച് ഒരുപാട് ഐഡിയാസ് അദ്ദേഹത്തിൻ്റെ എസ്സേ ഫോമിലുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന് അത് പബ്ലിഷ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. സോ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ ഇതാണ്. HMS ബീഗിളിൽ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത് ഇപ്പോൾ നിലവിലുള്ള ഏത് ഓർഗാനിസവും എക്സിസ്റ്റിംഗ് ലിവിങ് ഓർഗാനിസം തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അതുമാത്രമല്ല അവർക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഇവിടുന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുള്ള ലൈഫ് ഫോംസുമായിട്ടും സിമിലാരിറ്റീസ് ഉണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് ലൈഫ് ഫോംസ് ഉണ്ടായിരുന്നു, അതൊക്കെ പലതും എക്സ്റ്റിങ്ക്റ്റ് ആയി. പുതിയ ലൈഫ് ഫോംസ് പല പീരീഡിൽ എർത്തിൻ്റെ ഹിസ്റ്ററിയിൽ പല പീരീഡിലായിട്ട് പുതിയ ലൈഫ് ഫോംസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ലൈഫ് ഫോംസ് ഒക്കെ ഗ്രാജ്വലിയാണ്, പതിയെയാണ് ഫോം ചെയ്തത്. ഇനി ഏത് പോപ്പുലേഷൻ എടുത്താലും ആ പോപ്പുലേഷനിൽ ഒരു ഇൻബിൽട്ടായിട്ട് അവിടെ തന്നെ തനതായ വേരിയേഷൻസ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഉണ്ടാവും. ആ വേരിയേഷൻസ് ആണ് ആ പോപ്പുലേഷനെ നാച്ചുറൽ അല്ലെങ്കിൽ കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നത്. അതായത് ക്ലൈമാറ്റ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫുഡ്, ഈ പറഞ്ഞ നാച്ചുറൽ കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നത് ആ ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ പോപ്പുലേഷനിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് ആണ്. അവിടെ ഉദ്ദേശിക്കുന്നത് ആ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ മാക്സിമം റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കാണിക്കുന്നവരായിരിക്കും. റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കാണിക്കുന്നവർക്ക് മോർ നമ്പർ ഓഫ് പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യാം. അതായത് അത് നേച്ചർ സെലക്ട് ചെയ്ത ആ ഒരു വേരിയേഷൻ, നേച്ചർ സെലക്ട് ചെയ്ത വേരിയേഷൻ ആണെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കാണിക്കും, മോർ നമ്പർ ഓഫ് പ്രോജനി പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ആരുടെ ഫൈൻഡിങ്സ് ആണ്? നമ്മുടെ ചാൾസ് ഡാർവിൻ്റെ ഫൈൻഡിങ്സ് ആണ്.